ശ്രീരേഖ എന്തിനാണ് താക്കോൽ ഒളിപ്പിച്ചത്? അയ്യോ കറക്റ്റാണ്. ഫസ്റ്റ് വിചാരിച്ച എന്താന്ന് വെച്ചാൽ എൻ്റെ കാര്യം തീർന്നു. കാരണം എനിക്ക് അൾഷിമേഴ്സ് ആണ്. മറ്റേ തന്മാത്ര പടത്തിലെ കണ്ട പോലെ പോയി, കംപ്ലീറ്റ് പോയി. തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചറിയില്ല, വീട്ടുകാരെ തിരിച്ചറിയില്ല. അപ്പം ഞാൻ ആ ലെവലിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയാണ് ജാസ്മിൻ കളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈവൻ ഗബ്രി ഔട്ടായതിന് ശേഷമാണെങ്കിലും ഭയങ്കരമായിട്ട് ജാസ്മിൻ ബ്രേക്ക് ഡൗൺ ആയി കരയുകയൊക്കെ ചെയ്തെങ്കിലും ഒറ്റ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ജാസ്മിൻ ഭയങ്കര കൂളായിട്ട് വന്നിട്ടാണ് ആൻസേഴ്സ് തന്നത്. വിൻഡോ പാടുമ്പോൾ ഞാൻ അറിഞ്ഞിട്ട് ആടുകയാണ് ഈ ജീവിത വേഷം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നില്ല, ഭയങ്കര കാഞ്ഞ ബുദ്ധിയായിട്ടോ ജിൻഡോ എന്ന് പറയും. അർജുൻ എൻ്റെ അടുത്ത് അപ്പം തന്നെ വന്നപ്പോൾ ചോദിച്ചു, ചേച്ചി അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞെങ്കിൽ എത്രയോ പേർക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത് ആളാണ്. എൻ്റെ ചെറുപേരിൽ എനിക്ക് ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി ഐ ക്യാൻ സർവൈവ്. യെസ്, ഞാൻ ബാക്ക്. അപ്പോൾ എനിക്കത് പറയാൻ പറ്റിയില്ല. ഈ ബിഗ് ബോസ് ചോദിക്കും പോലെ ചോദിച്ചാൽ ശ്രീരേഖ എന്തിനാണ് താക്കോൽ ഒളിപ്പിച്ചത്? അതാണല്ലോ അതിൻ്റെ ഒരു മീറ്റർ. അയ്യോ കറക്റ്റാണ്. പറഞ്ഞ വോയിസ് ഒക്കെ കറക്റ്റ് ആട്ടോ, അടിപൊളി. താങ്ക് യു. ഞാൻ താക്കോൽ ഒളിപ്പിച്ചതല്ല. സത്യം പറഞ്ഞാൽ അന്നൊരു ഗെയിം ഉണ്ടായിരുന്നു, ഒരു സ്കൂൾ കുട്ടിയുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പം എന്നെ ഈ ഗെയിം കൺഫെഷൻ റൂമിൽ വെച്ച് ആ ഗെയിം വായിപ്പിച്ചത് എന്നെ കൊണ്ടാണ്. അപ്പം ഞാൻ ഗെയിം വായിച്ച് ശ്രീരേഖ ഇങ്ങനെയാണ്, നിങ്ങൾ ഗെയിം വായിക്കൂ എന്ന് പറഞ്ഞിട്ട് ലെറ്റർ തന്നു. ഞാൻ ആ ഗെയിം ആദ്യം അവിടെ ഇരുന്ന് വായിച്ച് കേൾപ്പിച്ചു. പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി റെഡിയായി വരിക, നിങ്ങൾക്കുള്ള ഡ്രസ്സുകൾ അവിടെ എത്തും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും സ്റ്റോർ റൂമിൽ ഡ്രസ്സൊക്കെ വന്നു. ഞാൻ ഡ്രസ്സ് ഇടാനായിട്ട് എൻ്റെ റിബണോ സ്ലൈഡോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്യൂട്ട് കേസ് തുറന്ന് വെച്ച് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ്, ആരാണെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല, ആരും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് താക്കോല് തന്നു. അപ്പം ഞാൻ അത് എവിടെ വെച്ചു എന്ന് പോലും ഓർക്കുന്നില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ ആരോട് ജാൻമണിയോടെ ആയിരിക്കണം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ താക്കോലിട്ടതും ഒക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്ത്, കാരണം നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു, ഇത്ര നിമിഷത്തിനുള്ളിൽ റെഡി ആവണം, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, നിങ്ങൾ അതിനുള്ളിൽ റെഡി ആവണം, നിങ്ങൾക്ക് ടൈം പോകുന്നു, ഇത്രയും പെട്ടെന്ന് റെഡി ആവേണ്ടതാണ്, ടാസ്ക് തുടങ്ങാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സമയമില്ല. ആ വെപ്രാളത്തിനിടയിൽ പോയി മേക്കപ്പ് ചെയ്തു. നമ്മൾ പെട്ടെന്ന് ആ ടാസ്ക്, ഒരു ഓട്ടവും ചാട്ടവും ഒക്കെ ടാസ്ക്കായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇത് വെച്ചതോ ഈ താക്കോൽ എൻ്റെ കയ്യിൽ തന്നതോ ഞാൻ മറന്നുപോയി. നോർമലി ഞാൻ താക്കോൽ സൂക്ഷിക്കുന്നത് എൻ്റെ മൈക്കിൻ്റെ പൗച്ചിലാണ്. അതാവുമ്പോഴത്തേക്ക് എപ്പോഴും എടുക്കാനും ഇതുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് മറക്കില്ല. ഈ സാധനം പൗച്ചിൽ സൂക്ഷിക്കുന്ന ഞാൻ അന്ന് പെട്ടിയിലിട്ടപ്പോൾ എൻ്റെ മൈൻഡിൽ അത് നിന്നില്ല. ടാസ്ക് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എം ചേച്ചി പറയുന്നുണ്ട്, എന്തോ എടുക്കാനായിട്ട് താക്കോൽ ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ താക്കോൽ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ തന്നതായിട്ട് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു താക്കോൽ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല, ഉണ്ടെങ്കിൽ എൻ്റെ മൈക്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ മൈക്ക് നോക്കി. അപ്പോൾ മൈക്കിലില്ല. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ താക്കോലില്ല, ഞാൻ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല, ചേച്ചി എന്നെ നോക്കുന്നതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ കയ്യിൽ താക്കോൽ ഉണ്ടായിരുന്നു. യമുന ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, യമുന ചേച്ചി ആക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് യമുന ചേച്ചിയുടെ കയ്യിൽ താക്കോലുണ്ടായിരുന്നു, താക്കോലും കൊണ്ടാണ് ചേച്ചി പോയി വന്ന് മേക്കപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. സോ അവിടെ എൻ്റെ മനസ്സിൽ പോകുന്നില്ല, ഞാൻ താക്കോൽ വെച്ചു. അപ്പോൾ യമുന ചേച്ചിയുടെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അപ്പം ഞാൻ എന്നിട്ട് യമുന ചേച്ചി നമുക്ക് തപ്പാം, അല്ലെങ്കിൽ അത് വലിയ വിഷയമാവുമെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ പോയിട്ടാണ് യമുന ചേച്ചിയുടെ കൂടെ തപ്പുന്നത്. അപ്പോഴും എൻ്റെ ഈ മനസ്സിൽ പോണില്ല എൻ്റെ പെട്ടിയിലുണ്ടെന്നും, അതൊക്കെ മൈൻഡിൽ നിന്ന് പോയി. ഞാൻ ഫുൾ ഗെയിമിലായിരുന്നു. അപ്പം ഞാൻ മറന്നേ പോയി. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമുക്ക് വിഷമിക്കണ്ട, താക്കോല് കിട്ടും. അപ്പം ഞാൻ എല്ലാ ക്യാമറകളുടെ അടുത്തും ചെന്ന് പറയേണ്ട, ബിഗ് ബോസ് താക്കോല് പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങളോടൊന്ന് പറഞ്ഞു തരുമോ, ഗൈഡ് ചെയ്യുമോ, എവിടെയാണ് താക്കോൽ, ആരുടെ കയ്യിലായിരുന്നു താക്കോലൊന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. പക്ഷേ ഒരു അറിയിപ്പുണ്ടായില്ല. സാധാരണ നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കിട്ടുന്നതാണ്, ഒന്നും ഉണ്ടായില്ല. വീട് മുഴുവൻ തപ്പി, ഞാനും പോയി തപ്പി. അവസാനം എനിക്ക് തോന്നി ഇനി അറിയാതെ എങ്ങാനും വല്ലയിടത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ വെച്ചിട്ട് ഞാൻ തപ്പിയെടുക്കുന്നത് ശരിയല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് എല്ലാവരും നമ്മുടെ സാധനങ്ങൾ പരിശോധിക്കാം, ഇനി ഇൻ കേസ് അയലത്തുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. ആരും വന്നില്ല. അപ്പം ഞാൻ തന്നെ വന്ന് എൻ്റെ പെട്ടി തുറന്നു. അപ്പോഴും എനിക്ക് പെട്ടിയിലുണ്ടെന്ന് ചിന്തിച്ചിട്ടല്ല, ഞാൻ തുറന്നതും പെട്ടിക്കകത്ത് താക്കോലിരിക്കണം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യം തീർന്നു. കാരണം എനിക്ക് അൾഷിമേഴ്സ് ആണ്. ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു. മറ്റേ തന്മാത്ര പടത്തിലെ കണ്ട പോലെ പോയി, കംപ്ലീറ്റ് പോയി. തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചറിയില്ല, വീട്ടുകാരെ തിരിച്ചറിയില്ല. അപ്പം ഞാൻ ആ ലെവലിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താക്കോല് പോയി. ഞാൻ ഇത്രയും നേരമായിട്ട് 2.5 മണിക്കൂറായിട്ട് താക്കോല് തപ്പി. അവസാനം പെട്ടിക്കകത്ത് താക്കോല് തന്നിട്ട് ഇത് ആരെൻ്റെ കയ്യിൽ തന്നു, ഞാൻ എപ്പോൾ വെച്ചൊന്നും എൻ്റെ ഓർമ്മയില്ല. ഞാൻ അപ്പോൾ ഉറപ്പിച്ച് തീർന്ന് അമ്മണീഷ്യ, അല്ലെങ്കിൽ എൻ്റെ കാര്യം തീർന്ന് കട്ടപ്പോകാം. പക്ഷേ ആ ഒരു സമയത്തിൽ അതൊരു വെറും ഒരു മറവി തന്നെയായിരുന്നു. പക്ഷേ അവിടെ വേറൊരു രീതിയിലാണ് അത് വന്നത്, ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ അതെനിക്ക് കുറേ കൂടി ഹാർട്ടായി.
എന്തെങ്കിലും ഒരു കാരണവശാൽ ഇപ്പം എൻ്റെ പെട്ടിയിൽ നിന്ന് അത് കിട്ടി, എനിക്ക് ചിലപ്പോൾ ഓർമ്മയില്ലാണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ അത് അവരുടെ ജെന്യൂനിറ്റിയെ സംശയിക്കുന്ന ഒരു കാര്യമായി മാറിയണേ. അപ്പോഴും കുറ്റം എൻ്റെ ഭാഗത്താണ്. എൻ്റെ മറവി കാരണം ഇത് പോയല്ലോ എന്ന് വെച്ചാണ് ഞാൻ താക്കോൽ തപ്പി. അത് താക്കോൽ മനഃപൂർവ്വം വെച്ചല്ല, ഞാൻ വിട്ടേ പോയി. കാരണം അത്രയ്ക്കുള്ള ടൈം പിന്നീട്ടേ കിട്ടിയുള്ളൂ. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണേന് താക്കോൽ എന്താന്ന് പറഞ്ഞിട്ട് താക്കോൽ തരുന്നു, ഞാൻ ഇവിടെ ഇടുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ അടച്ചു വെച്ച് പോയി, വിട്ടുപോയി. അതാണ് സംഭവിച്ചത്. അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ സമരമൊക്കെ വന്നു. പൊട്ടിക്കരഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞ എനിക്ക് അമ്നീഷയായി. ഞാൻ എങ്ങനെ വീട്ടിൽ ചെല്ലും? ഞാൻ വീട്ടിലെങ്ങനെ ചെല്ലും? അമ്നീഷയായി പോയില്ലേ? ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ? തന്മാത്ര സിനിമയൊക്കെ ആയിരുന്നു മനസ്സിൽ കൂടെ പൊക്കോണ്ടിരുന്നത്, തീർന്നു. അതിനാണ് ഞാൻ കരഞ്ഞത്. ഞാൻ ഡൗൺ ആയിപ്പോയി. ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പാണ്. ബിഗ് ബോസിന്റെ ആദ്യഘട്ടം മുതൽ ഈ ഘട്ടം വരെ ചർച്ച ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഗബ്രി പുറത്തു പോയതിനു ശേഷവും ഡിസ്കസ് ചെയ്യുന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് എന്തായിരുന്നു, ജാസ്മിൻ ഗബ്രിയെ പറ്റിക്കായിരുന്നു, ഗബ്രി ജാസ്മിനെ പറ്റിക്കായിരുന്നു എന്നൊക്കെയായിരുന്നു. ഇപ്പം പറ്റിക്കുന്നത് ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പം വലിയ ധാരണ എനിക്കും ഇല്ല. സത്യത്തിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾ എന്തെങ്കിലും വായിക്കും, എനിക്ക് ഗെയിം കളിക്കണം എന്നുള്ള രീതി. കാരണം ഞാനായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടാവും, എൻ്റെ റൂമിലായിരുന്നു ഇവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും. ഞാൻ പറയുകയും ചെയ്തു ലാൽസാറിൻ്റെ അടുത്ത്, യേശുക്രിസ്തുവിൻ്റെ ഇടതും വലതും രണ്ട് കള്ളന്മാർ കിടന്ന പോലെ ഞാൻ കിടക്കുക, നേരെ ഇത് മൂടുക. കിടന്ന അപ്പം തന്നെ എന്താണെന്നറിയില്ല, നിദ്രാദേവിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ചിലപ്പോൾ കിടന്നുറങ്ങിപ്പോവും. പക്ഷേ ഇവർ തമ്മിലൊരു നല്ലൊരു ബോണ്ടിങ്, ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും, പക്ഷേ ഞാനെന്നല്ല, മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ കാര്യം എനിക്കറിയില്ല, കുറച്ച് പേരെങ്കിലും അത് അവരുടെ ഒരു സ്പേസിൽ കയറിയിട്ട് നമ്മളത് അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾ എന്താണ് അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ചെറിയ കുട്ടികളല്ല, അവർ ഗ്രോണപ്പ് ആൾക്കാരാണ്, ഒരു 23ക്ക് മേലെ പ്രായമുള്ള ആൾക്കാരാണ്. ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്. അവരുടെ ആഫ്റ്റർ എഫക്ട്സും അവർക്കറിയാൻ പറ്റുമായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാകുമായിരിക്കാം. നമ്മളെയോ എന്നെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഗെയിമിനെയോ നമ്മുടെ ഒരു സ്പേസിനെയോ ഒരാളുടെ ഇഷ്യൂസ് ബാധിച്ചില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് കയറി ചോദിക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് ഞാൻ അവിടെ എടുത്തത്. അപ്പോൾ പക്ഷേ അവർ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. ഗബ്രിയുടെ എലിമിനേഷന് ശേഷം ജാസ്മിൻ ഭയങ്കരമായിട്ട് കരയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ ഈ ഗബ്രി എപ്പോഴും ഒരു മാല കൊടുത്തിരുന്നു അത്ര. അപ്പം ആ മാല എപ്പോഴും കയ്യിൽ ചുരുട്ടിട്ടാണ് ജാസ്മിൻ നടന്നിരുന്നത്. സാബുചേട്ടൻ വന്നപ്പോൾ ആ മാല പിടിച്ച് വാങ്ങിച്ചിട്ട് സാബുചേട്ടൻ തിരിച്ച് ബിഗ് ബോസിൽ ഏൽപ്പിച്ചു. അപ്പം ജാസ്മിൻ്റെ കരച്ചിൽ കണ്ടിട്ട് ജാസ്മിൻ തന്നെ പറഞ്ഞു, ചേച്ചി എനിക്കതൊന്നും വാങ്ങിച്ചതായോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ തന്നെ പോയി സാബുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാബുചേട്ടാ ആ മാല കൊടുക്കുക, പാവമുണ്ട്, ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ സാബുചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്, ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആസ് ഗെയിമേഴ്സ് ഇവരെന്ത് റിലേഷൻ ആയാലും, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും അതിന് മേലെ ആയാലും, ആസ് ഗെയിമേഴ്സ് രണ്ടുപേരുടെയും ഗെയിമിൽ നിന്ന് അവരൊരു തരി പോലും പുറകോട്ട് പോയിട്ടില്ല. നല്ല എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിട്ടുള്ള രണ്ട് ഗെയിമേഴ്സ് ആയിരുന്നു അവർ രണ്ടുപേരും. ജാസ്മിൻ ശരിക്കും 23 വയസ്സുകാരി മാത്രമാണ്. അതൊരു ഇത്രയും പേരോട് പിടിച്ചു നിൽക്കുക. അപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്, കുറച്ച് പേരേ ഉള്ളൂ, ഒരുപാട് പേരില്ല. ബാക്കി ഈ ഗെയിമേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ജാസ്മിൻ്റെ ഒരു പ്രായം പരിഗണിക്കുമ്പോൾ ജാസ്മിൻ ഭയങ്കര ഒരു ഫൈറ്റർ അല്ലേ. പക്ഷെ പുറത്ത് ഉണ്ടാവുന്നൊരു ഓളം എന്ന് പറയുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പിനെ ഒരു മലയാളിയുടെ ഒരു സദാചാര ബോധമോ ഒരു കണ്ണോടുകൂടി കാണുമ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. ജാസ്മിൻ അത് മനസ്സിലാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാണ് ജാസ്മിൻ കളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ജാസ്മിന് അതിനെ അറിയാം. കാരണം ജാസ്മിൻ പലപ്പോഴും സംസാരിക്കുമ്പോഴാണെങ്കിലും അവൾ പറയാറുണ്ട് ഇത് എന്താണ് എന്നുള്ളത്. ഞാൻ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട് വിട്ട് പോകാനേ പറ്റുള്ളൂ, ആ ഒരു ലെവലിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അവളുടെ കോൺഫിഡൻസും. അവൾക്കിപ്പോൾ 23 വയസ്സ് കഴിഞ്ഞു. പക്ഷേ സ്വന്തമായിട്ട് അവളുടെ ഫാമിലിയെ നോക്കുന്നതും ജാസ്മിൻ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ജാസ്മിനാണ് നോക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ. അപ്പം ഈ ശരിക്കും ഒരു റിസ്ക്കാണ്. ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഒരു വലിയ റിസ്ക്, ഒരു ഗെയിമിന് വേണ്ടിയിട്ടാണോ എന്ന് നമ്മളെല്ലാവരും സംശയിച്ച് നോക്കുന്ന രീതിയിലുള്ള ഒരു റിസ്ക് എടുത്താണ് അവർ നിന്നിട്ടുള്ളത്. അത് അവളുടെ തീർച്ചയായിട്ടും ആ ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, എത്രയൊക്കെ വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത്. ഈവൻ ഒരു ആസ് ഗെയിമേഴ്സ് എല്ലാവരെയും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, നമ്മൾ എത്രയും അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഗെയിമിനെ ബാധിക്കണം. ഇവിടെ ആൾ എത്ര ഡൗൺ ആയിരുന്നാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് ഗെയിം വന്നു കഴിയുമ്പോഴത്തേക്കും ഗെയിമിലേക്ക് വരുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഗെയിമാണോ അല്ലെങ്കിൽ അത് റിയൽ ആണോ? റിയൽ ആയിട്ടുള്ള ഒരാൾ തളർന്നു പോവുകയാണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും
അല്ലെങ്കിൽ മറ്റൊന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് റിയൽ അല്ലെങ്കിൽ മാത്രമേ ഒരാൾക്ക് ടക്കെന്ന് പറഞ്ഞ് തിരിച്ചൊരു റിയാലിറ്റിയിലേക്ക് വന്ന് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഡൗൺ ആയിപ്പോയാൽ ഞാൻ കുറേ സമയമെടുക്കും ഞാനൊന്ന് പിക്കപ്പ് ചെയ്ത് വരാൻ. പക്ഷേ ജാസ്മിൻ ആണെങ്കിൽ ഈവൻ ഗബ്രി ഔട്ടായതിന് ശേഷമാണെങ്കിലും ഭയങ്കരമായിട്ട് ജാസ്മിൻ ബ്രേക്ക് ഡൗൺ ആയി കരയുകയൊക്കെ ചെയ്തെങ്കിലും പിറ്റേ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ജാസ്മിൻ ഭയങ്കര കൂളായിട്ട് വന്നിട്ടാണ്, ജാസ്മിൻ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടാണ് ആൻസേഴ്സ് തന്നത്. അത് ഒന്നുകിൽ അവളുടെ മനക്കരുത്താവാം, ആ മനക്കരുത്താണെന്നുണ്ടെങ്കിൽ ഷീസ് എന്താ പറയുക ബ്രില്യൻറ്റ് ഗേൾ. അതല്ല എന്നുണ്ടെങ്കിൽ ഷീസ് എ ബ്രില്യൻറ്റ് ഗെയിമർ. അതിപ്പോഴും എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് അവിടെ. ഈ ജിൻഡോയെ കുറിച്ചുള്ള ശരിക്കും സത്യസന്ധമായ അഭിപ്രായം അതെന്താണ് സത്യസന്ധമായെന്ന് ചോദിക്കാൻ പറയാൻ മടിയുണ്ടാവാതിരിക്കാൻ ഇല്ല, ഒരിക്കലും ഇല്ല. ജിൻഡോ വന്നപ്പോൾ തൊട്ട് ജിൻഡോയും ഞാനും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ആളുകളാണ്. ജിൻഡോ എപ്പോഴും ഒരു പറയും, അല്ലെങ്കിൽ ഒരു പാട്ട് പാടും, വേഷങ്ങൾ ജന്മങ്ങൾ. ആ പാട്ട് എപ്പോഴും ജിൻഡോ പാടും. അപ്പോൾ ജിൻഡോ ഞാനെപ്പോഴും വഴക്കും പറയും. ജിൻഡോയ്ക്ക് 2 തല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ജിൻഡോ നീ എന്തിനാ ഈ പാട്ടൊക്കെ പാടുന്നത്? അപ്പം അതിലൊരു വരി ജിൻഡോ ചേഞ്ച് ചെയ്തിട്ടാണ് പാടുന്നത്. പിന്നെ വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതെ ആടുകയാണ് ഈ ജീവിത വേഷം എന്നാണ് റിയലായിട്ടുള്ള സോങ്. ജിൻഡോ പാടുമ്പോൾ ഞാൻ അറിഞ്ഞിട്ട് ആടുകയാണ് ഈ ജീവിത വേഷം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നീ ഇത്ര ഇതായിട്ട് നിന്നാലും ഭയങ്കര കാഞ്ഞ ബുദ്ധിയായിട്ടോ ജിൻഡോ എന്ന് പറയും. അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന ആൾ നന്നായിട്ട് ഗെയിമിനെ കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി വന്നിട്ടുള്ള ഒരാളാണ്. ഗെയിം എന്താണെന്നറിയാം, ആ ഗെയിമിനെ എങ്ങനെ സമീപിക്കണമെന്നും അറിയാം. ജിൻഡോ എന്ന് പറയുന്ന ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഫൂളിഷായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ജിൻഡോയോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം. ജിൻഡോ എപ്പോഴും ചിരിക്കും ഞാനത് പറയുമ്പോൾ. ജിൻഡോ നോ വാട്ട് ഹീസ് ഡൂയിങ്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് ജിൻഡോ. ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ശ്രീരേഖ ചില കാര്യങ്ങൾ പറയുമ്പോൾ ജീവിതത്തെ സംബന്ധിച്ച്, ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഒരു മിതത്വം പാലിച്ചു. ചിലതൊക്കെ ഞാൻ അവിടം വരെ മതി. അതിനുശേഷം അർജുൻ ശ്രീരേഖയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെന്താ പറയാത്തത്, ബോൾഡായിട്ട് അത് പറയലല്ലേ വേണ്ടത്, എങ്ങനെയാണെങ്കിലല്ലേ പിന്നെ വരുന്നവർക്ക് കൂടെ അത് ഗുണകരമാവുള്ളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അവിടെ വെച്ച് ലൈഫ് സ്റ്റോറി പറച്ചില്ല അങ്ങനെ മതിയെന്ന് തീരുമാനിച്ചത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പറയാൻ നമുക്കുണ്ടാവുമായിരിക്കാം. ചിലപ്പം നമുക്കൊരിക്കലും ആരോടും മനസ്സ് തുറക്കണ്ട, അല്ലെങ്കിൽ അത് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ ലൈഫിലുണ്ടായിരുന്നു കാണുമായിരിക്കാം. നമ്മളത് മനസ്സ് തുറക്കുമ്പോൾ, ഞാൻ മനസ്സ് തുറക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന 18 സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് മാത്രമല്ല, ഞാൻ ഒരു ലോകത്തോടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അവർക്കൊരു പക്ഷേ എന്നെ അറിയണം എന്നില്ല, ഞാൻ കടന്നുപോയ വഴികൾ അവർക്ക് മനസ്സിലാവണം എന്നില്ല. ഞാനത് പറഞ്ഞാലും അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനും പറ്റില്ല. കാരണം നമുക്കൊരു വിഷമവും വേദനയും വന്നാൽ അതിൻ്റെ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ മാത്രമായിരിക്കാം. പുറത്തൊരാൾക്ക് അത് ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ്, അല്ലെങ്കിൽ ചില ഏടുകൾ ഞാൻ അതിലും പറഞ്ഞിരുന്നു, നമ്മൾ വലിച്ച് കീറി കത്തിച്ച് കളഞ്ഞ ചില പേജസ് ഉണ്ട്. ആ പേജസ് അങ്ങനെ ഇരിക്കുന്നതാണ്, അത് ഓപ്പൺ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ മിതത്വം പാലിച്ചത്. അർജുൻ എൻ്റെ അടുത്ത് അപ്പം തന്നെ വന്നപ്പോൾ ചോദിച്ചു, ചേച്ചി അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞെങ്കിൽ എത്രയോ പേർക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത് ആളാണ്, അപ്പം നിങ്ങൾക്ക് അത് കുറേ കൂടി മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് പറയാൻ പറ്റിയെന്ന്. അപ്പം ഞാൻ എന്താണ് മറുപടി അർജുൻ കൊടുത്തതെന്ന് ഓർമ്മയില്ല. ഇപ്പോഴാണ് അർജുൻ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയും. ചില സ്റ്റോറികൾ അത് അൺഫോൾഡായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. നമ്മൾക്ക് ചിലത് അർത്ഥവിരാമം ഇടാം, ചിലതിന് പൂർണ്ണ വിരാമം ഇടാം. ഞാൻ പൂർണ്ണ വിരാമം കഴിഞ്ഞ കുറച്ച് കഥകളാണ് അവിടെ എനിക്ക് വീണ്ടും പറയേണ്ടി വന്നത്. അപ്പം ഞാൻ ആ സ്റ്റേജസിലൂടെയൊക്കെ പോയപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, അവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് എല്ലാവരും ഡൗണായി പോകുന്നു. നമുക്ക് വീണ്ടും ഗെയിമിലേക്ക് വരാനുള്ളതാണ്. ആ ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നേരം വിഷമിച്ച് മാറിയിരിക്കാൻ അവിടെ ടൈം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. എൻ്റേത് ഏറ്റവും ലാസ്റ്റിന് തൊട്ട് മുമ്പായിരുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്നായിരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൂഡിലായിരുന്നു ബിഗ് ബോസ് അത് പറയണം എന്ന് അനൗൺസ് ചെയ്തത്. അപ്പോൾ എന്ത് പറയണം, ഏത് പറയണം എന്നുള്ളൊരു വ്യക്തമായ ധാരണ, ഞാൻ വ്യക്തമായ ധാരണയോടുകൂടി പോയ ഒരാളല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ നാക്ക് എങ്ങനെ ചലിച്ചോ ഞാൻ അതനുസരിച്ചാണ് പറഞ്ഞത്. ചില കാലഘട്ടങ്ങൾ ഞാൻ മനഃപൂർവ്വം എന്നെ തന്നെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ടാണെന്ന് കൺട്രോൾ ചെയ്തു. അത് ശ്രീരേഖ ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും ബിഗ് ബോസിനകത്തേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് നമ്മൾ പല അണിയറ സ്റ്റോറികളും സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ളൊരു ജീവിതാനുഭവമാണ് ഒരുപക്ഷെ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം. അത് സർവൈവ് വന്നതുകൂടെയാണ് അവിടെ പറയേണ്ടത്. പക്ഷേ എങ്കിലും ആ സ്റ്റോറി സ്ട്രിക്ട്ലി പറയണമെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം ഉണ്ടാവില്ലേ?
ഇല്ല, ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ഒരിക്കൽ പോലും എൻ്റെ ലൈഫ് സ്റ്റോറി ചോദിച്ചിട്ടില്ല. അവർ ഇപ്പോൾ ഈവൻ നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോഴും അവർ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോഴും ഒന്നും ഒരിക്കൽ പോലും എൻ്റെ അടുത്തൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാഡ് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടോ, ഒന്നും ചോദിച്ചിട്ടില്ല. അവർ നമ്മളുടെ ഒരു പ്രൊഫൈല്, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ, നമ്മളുടെ ഒരു വ്യക്തിത്വം, അതൊക്കെ നോക്കിയിട്ടാണ് അവരെടുത്തത്. ബാക്കിയൊന്നും അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറയണം അല്ലെങ്കിൽ എത്ര പറയാം, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കത് നമ്മളുടെ ഒരു നമുക്കറിയാലോ നമ്മൾ എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് പറയണ്ട എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. പക്ഷേ എനിക്ക് ആ ധാരണയും ഇമ്മീഡിയറ്റ്ലി വിളിച്ചുകൊണ്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞേനേന്ന് അവിടെ പലരും ഒരുപാട് നേരം പറഞ്ഞു. അതിൽ കുറച്ച് പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ, കുറച്ച് പോർഷൻസേ കാണിച്ചിട്ടുള്ളൂ. എനിക്ക് കൂടുതലും എന്നെ സ്വാധീനിച്ച വ്യക്തികൾ, എൻ്റെ ഒരു വീഴ്ചയിൽ എന്നെ ഒപ്പം നിന്ന ആളുകൾ, അങ്ങനെ നോക്കാനാണ് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എന്നെ ഏറ്റവും കൂടുതൽ അവരാണ് എന്നെ അവർ പിടിച്ചു ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അവരെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ തന്നെ ലിമിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും. ആ സർവൈവലിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ ഒരു ചെറുകഥാ രൂപത്തിൽ ശ്രീരേഖ പറയുന്നു, നന്നായി നറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിത് കേട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ജീവിച്ചൊരു ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഓരോ ദിവസങ്ങൾ എണ്ണിയായിരിക്കും നമ്മൾ ജീവിക്കുക. ഇത് മിറാക്കിൾ സംഭവിച്ചാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സ്പേസിലായിരിക്കും നമ്മൾ നിൽക്കുക. ഇത്രയും ധൈര്യമില്ലേ, ഈ ഒരു മാനസികമായ ധൈര്യം നമുക്ക് നോർമൽ രീതിയിൽ നമുക്കുണ്ടാവില്ല. ഒരു പക്ഷേ അവസ്ഥയപ്പെടുമ്പോൾ ഉണ്ടാവുമായിരിക്കും. എവിടെയാണ് ശ്രീരേഖയ്ക്ക് അത്രയും ധൈര്യം ഉണ്ടെന്ന് ശ്രീരേഖ സ്വയം മനസ്സിലാക്കുന്നത്? എവിടെയാണ്? ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ദിവസം അല്ല, ഒരു ദിവസത്തിലേക്ക് എത്താനെടുക്കുന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഉണ്ട്. ഈ മണിക്കൂറൊക്കെ ഒരു യുഗം പോലെ തോന്നിയിട്ടുള്ള കാലഘട്ടങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല, ഈ സർവൈവ് ചെയ്യുന്ന ഏതൊരു സർവൈവർക്കും തോന്നുന്ന ചില പീരീഡ്സാണ് അതൊക്കെ. അപ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. അവിടുന്ന് ചിലർ ചിലപ്പോൾ താഴോട്ട് പോകും, ചിലർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് അവിടെ തന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കും. ചിലർ ഒരു മിറാക്കിളും സംഭവിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഉയരണം എന്ന് വെച്ച് ചുമ്മാ കിടന്ന് ചാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മുകളിലേക്ക് ചാടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴോ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു മിറാക്കിളാണ് എനിക്കൊരു ചെറുവിരൽ അനക്കാൻ പറ്റിയത്. എൻ്റെ ചെറുവിരൽ എനിക്ക് ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി ഐ ക്യാൻ സർവൈവ്. അതുവരെ എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നില്ല. ആ ഒരു മൊമെൻറ്റിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്കിനി സർവൈവ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ലൈഫിൽ മുൻപോട്ട് പോകാൻ പറ്റില്ല. അതിങ്ങനെ ശ്രമിക്കുമ്പോഴാണോ? ശ്രമിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളും മാസങ്ങളും ഞാൻ ശ്രമിച്ചതിന് ശേഷമാണ് എനിക്കത് പറ്റിയത്. അപ്പം ഞാൻ വിടാതെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ഒരു മൊമെൻറ്റ് എനിക്കത് പറയാൻ എൻ്റെ സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് വിളിച്ച് പറയണം, യെസ് ഞാൻ ബാക്ക്. അപ്പോൾ എനിക്കത് പറയാൻ പറ്റിയില്ല. ആ ഒരു ഐ ആം ബാക്ക് എന്ന് പറയുന്നത് എനിക്ക് സൗണ്ടേ വരുന്നുണ്ടായിരുന്നില്ല. അത് നമ്മൾ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണീര് കൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഐ ക്യാൻ സർവൈവ് എന്ന്. പിന്നെ അവിടുന്ന് പിന്നെ ഒരു ചാട്ടമായിരുന്നപ്പാ.